നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവം. സ്വർണവും വിറ്റ പണവും കണ്ടെടുത്തു. സ്വർണം ഉരുക്കി കട്ടകളാക്കിയ നിലയിൽ. മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. ചാലിശ്ശേരി സ്വദേശി ഷാജഹാനെതിരെയാണ് ശിക്ഷ വിധിച്ചത്. 4 വോട്ടിന് ഏതു തരം താഴ്ന്ന ഇടപെടലും നടത്തുന്നവരായി UDFും BJPയും തരം താഴ്ന്നതാണ് നാം കണ്ടതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ ഉണ്ടായെന്നും ജില്ലാ സെക്രട്ടറി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. 4 ദിവസം പിന്നിടുമ്പോൾ സ്കൂൾ തലത്തിൽ ആലത്തൂർ BSS ഗുരുകുലം മുന്നിൽ. കലോത്സവം നാളെ സമാപിക്കും. CPM പെരിന്തൽമണ്ണ സമ്മേളനം വെള്ളിയാഴ്ച ആനമങ്ങാട് തുടങ്ങും. ദീപശിഖ കൊടിമര പതാക ജാഥകൾ വൈകിട്ട് ആനമങ്ങാട് സംഗമിക്കും. 3 ദിവസമാണ് CPM സമ്മേളനം. മണ്ണാർക്കാട് പെരിഞ്ചോളം ബൈപ്പാസിൽ 10 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വണ്ടൂർ സ്വദേശി അബ്ദുൽ നാഫി, ചെറുത്തോട് സ്വദേശി ഹനീഫ എന്നിവരാണ് പിടിയിലായത്. കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളിൽ നിന്നും തട്ടിയെടുത്ത സ്വർണവും 32,79,500 രൂപയും പോലീസ് കണ്ടെടുത്തു. നഷ്ടപ്പെട്ടതായി പറയുന്ന സ്വർണത്തിന്റെ ഏറിയ ഭാഗവും കണ്ടെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പിടികൂടാനുള്ള പ്രതികളെ പിടികൂടുമെന്നും DYSP TK ഷൈജു പറഞ്ഞു. നവംബർ 21 രാത്രിയിലാണ് ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി മുളക് സ്പ്രേ അടിച്ച ശേഷം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത്. 9 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 9 പേരടക്കം 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളിൽ നിന്നും 1.72.3 ഗ്രാം സ്വർണവും 32,79,500 രൂപയും പോലീസ് കണ്ടെടുത്തതായി പെരിന്തൽമണ്ണ DYSP TK ഷൈജു, പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ പറഞ്ഞു. തട്ടിയെടുത്ത സ്വർണം 7 കട്ടകളാക്കി പ്രതികൾ ഉരുക്കിയിരുന്നു. പ്രതി പീച്ചി സ്വദേശി സതീഷിന്റെ വീട്ടിലാണ് സ്വർണം ഉരുക്കിയത്. 4 കട്ട സ്വർണം തൃശൂർ കിഴക്കുംപാട്ടുകര സ്വദേശി മിഥുനും 3 കട്ട സ്വർണം സതീഷ് മുഖേനയും വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ സതീഷിന്റെ പക്കൽ ഉണ്ടായിരുന്ന 3 എണ്ണത്തിൽ 1 കട്ട സ്വർണം വിറ്റ പണമാണ് പിടിച്ചെടുത്ത 32.25 ലക്ഷം രൂപ. കുറച്ച് വളകൾ തൃശൂരിലെ ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതായും ഇതും കണ്ടെടുത്തതായും DYSP TK ഷൈജു പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് കവർ ചെയ്ത ഗോൾഡ് അവരത് ഉരുക്കി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഗോൾഡ് വിറ്റ് കിട്ടിയ പൈസയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് അതിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്ത് അവരെ സ്വർണം വെച്ചിട്ടുള്ള പ്രതികളുമായി പോയിട്ട് സീസ് ചെയ്താണ് ഈ ഗോൾഡും ക്യാഷും. അങ്ങനെ പോയി അതിൽ ഒരെന്നാ കിട്ടിയ ഗോൾഡ് ഒരു 7 പീസായിട്ടാണ് ഉരുക്കിയിട്ട് 7 പീസായിട്ടാണ് ഇതുപോലെ 7 പീസായിട്ടാണ് അവർ ഉരുക്കിയിരുന്നത്. അതിലൊരു 4 പീസ് അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ കാണിച്ചതനുസരിച്ച് സീസ് ചെയ്തു. ഒരു 3 എണ്ണം ഒരുക്കിയ സതീഷ് വഴി ലിസൺ എന്ന് പറഞ്ഞ പ്രതി ഉണ്ടായിരുന്നു. അതിൽ വിൽക്കാൻ സഹായിച്ചത് അയാളുടെ കൈവശം വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അതിലൊരു പീസ് അയാൾ വിറ്റ് ഏകദേശം ഒരു 33 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൈസയും അയാളുടെ വീട്ടിൽ വെച്ചിരുന്നു. അത് 3 എണ്ണം അയാൾക്ക് കൊടുത്തിരുന്നു. അതിൽ 1 എണ്ണം വിറ്റു, ബാക്കി 2 എണ്ണം അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ആ 2 എണ്ണവും വിറ്റ് കിട്ടി 33 ലക്ഷം രൂപയും അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അതും ഇന്ന് സീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഉരുക്കിയ ആള് സതീഷ് എന്നും പറഞ്ഞ പ്രതിയാണ് ഇതൊക്കെ ഉരുക്കാനായിട്ട് ഉരുക്കിയത്. ഉരുക്കാനായിട്ട് അയാൾ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഉരുക്കാൻ വേണ്ട എക്യുപ്മെന്റ്സ് ഇതൊന്ന് വാങ്ങിയിരുന്നതാണ്. ആ സാധനം അയാളുടെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത് ഈ സതീഷിന്റെ കയ്യിൽ നിന്ന് സതീഷിന്റെ വീട്ടിൽ നിന്ന്. കേസിൽ 18 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 13 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. 3 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടതായാണ് KM ജ്വല്ലറി ഉടമകൾ പരാതി നൽകിയിട്ടുള്ളത്. നഷ്ടപ്പെട്ട സ്വർണത്തിൽ നല്ലൊരു ഭാഗം വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചു. ഇനിയും സ്വർണം കണ്ടെത്താനുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും ബാക്കിയുള്ള പ്രതികളെ പിടികൂടുമെന്നും DYSP പറഞ്ഞു. ഇതുകൂടാതെ പ്രതികളെ രാവിലെ തൃശ്ശൂർ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ ഭണ്ഡാരത്തിൽ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അതുപോലെ തന്നെ കുറച്ച് ബ്രേസ്ലെറ്റുകൾ അമ്പലത്തിന്റെ ഭണ്ഡാരത്തിലിട്ടിരുന്നു. അത് അമ്പലക്കാരുടെ അടുത്ത് പറഞ്ഞ അമ്പലക്കാരായിട്ട് അവരും കൊണ്ട് കാണിച്ചു തന്നു അമ്പലം ഏതാണെന്നുള്ളത്. ഈ മിഥുൻ
അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ, അയാൾ കാണിച്ചു തന്നതനുസരിച്ച് അമ്പലത്തിൽ പോയിട്ട് അതും സീസ് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് പോയി എന്ന് പറയുന്ന മുതലുകളിലെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഭാഗം നമുക്കിപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വൽ കണക്ക് നമുക്ക് പോയതിൻ്റെ കിട്ടുന്നതിനനുസരിച്ച് ബാക്കി ഉണ്ടോ എന്നുള്ളത് കൂടുതൽ പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. ഉണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ഓൾമോസ്റ്റ് ഒരു നമ്മൾ റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ചാലിശ്ശേരി ചാത്തന്നൂർ കറുകപ്പുത്തൂർ ചോഴിയങ്കാട്ടിൽ ഷാജഹാനാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാഴിയാട്ടിരിയിലെ ചിറയുടെ പരിസരത്ത് മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് കേസിന് ആസ്പദമായ സംഭവം. തർക്കത്തിനിടെ ഷാജഹാൻ കത്തി പരാതിക്കാരനായ ഉണ്ണികൃഷ്ണനെ നെഞ്ചിനു താഴെ കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ എടുത്ത കേസിലാണ് വിധി. പ്രതി നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഇയാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. പ്രതിയെ ഇന്ന് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. 307 IPC പ്രകാരം 10 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയൊടുക്കാനുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിലെ പരിക്കുപറ്റിയയാളെ മാരകായുധമായ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതാണ്. ഈ പരിക്കേറ്റയാൾ ചികിത്സയിലായിരുന്നു. അതേ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയത് അന്നത്തെ ഷൊർണൂർ DYSP ആയിരുന്ന സുരേഷ് ആയിരുന്നു. ഈ കേസിലെ ഏകദേശം 14ഓളം സാക്ഷികളെ വിസ്തരിച്ചു. ഈ കേസിലെ പൂർണ്ണമായ ഈ ഒരു തെളിവ് പ്രോസിക്യൂഷന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചു. മാത്രമല്ല ഈ കേസിലെ പ്രതി ഒട്ടനവധി കേസുകളിലെ പ്രതിയാണ്. കോടതി അത് ഈ ഹിയറിംഗ് ഓൺ സെൻറ്റൻസിൻ്റെ സമയത്ത് കേട്ടു. അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കി കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. അത്ഭുതമായ സംഭവം ഈ ഒരു ചിറയിൽ മീൻ പിടിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഈ പരിക്ക് പറ്റിയ ആളും അതുപോലെ തന്നെ ഈ പ്രതിയുടെ കൂട്ടാളികളും തമ്മിൽ വഴക്കായി. അപ്പോൾ ആ മീൻ പിടിക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായ വഴക്കിനെ തുടർന്ന് പ്രതി കയ്യിലുണ്ടായിരുന്ന മാരകായുധമായ കത്തി കൊണ്ട് ഈ പരിക്കുപറ്റിയ ആവലാതിക്കാരൻ്റെ വയറിൽ കുത്തുകയായിരുന്നു. നെഞ്ചിന് താഴെ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. SCPO സുഭാഷിണി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. CPM മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന് കരിമ്പയിൽ തുടക്കം. PK ശശിക്കെതിരെയുള്ള നടപടിയും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയും ചർച്ചയായേക്കും. സമ്മേളനം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. 4 വോട്ടിന് ഏത് തരം താഴ്ന്ന ഇടപെടലും നടത്തുന്നവരായി UDFും BJPയും തരം താഴുന്നതാണ് നാം കണ്ടതെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഇടപെടലുണ്ടായി. BJP കോൺഗ്രസിനെ സഹായിച്ചു. SDPI കോൺഗ്രസിന് വോട്ട് ചെയ്തുവെന്നും സുരേഷ് ബാബു പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അവരെല്ലാം UDFിനെ സഹായിച്ചു. മറുഭാഗത്ത് ഈ മണ്ഡലത്തിൽ BJPയുടെ രാഷ്ട്രീയം RSSും കോൺഗ്രസിനെ സഹായിച്ചു. അത്തരത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നാം കണ്ടത് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഇടപെടലാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി 4 വോട്ടിന് വേണ്ടി ഏത് തരം താഴ്ന്ന പ്രവർത്തനം നടത്താൻ കേരളത്തിലെ UDFിനും BJPക്കും മടിയില്ല എന്ന നിലയിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അവർ മെനക്കെടുന്നു. ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NN കൃഷ്ണദാസ്, CK രാജേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S അജയ്കുമാർ, TM ശശി, UT രാമകൃഷ്ണൻ, PM ആർഷോ എന്നിവർ പ്രസംഗിച്ചു. PM ആർഷോ, അയലക്കരം മുഹമ്മദ് അലി, പങ്കജവല്ലി, K ചന്ദ്രൻ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. രക്തസാക്ഷി പ്രമേയം N മണികണ്ഠനും അനുശോചന പ്രമേയം ഷാജ് മോഹനും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച ആരംഭിച്ചു. വെള്ളിയാഴ്ച പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും തിരഞ്ഞെടുപ്പും നടക്കും. വൈകിട്ട് 4 മണിക്ക് 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള റെഡ് വളണ്ടിയർമാർ പങ്കെടുക്കുന്ന മാർച്ചും നടക്കും. തുടർന്ന് പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് ഏരിയയിലെ 3067 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 140 പ്രതിനിധികളും 11 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ
151 പേരാണ് സമ്മേളന പ്രതിനിധികളായി പങ്കെടുക്കുന്നത്. പി കെ ശശിയില്ലാതെ സമീപകാലത്ത് നടക്കുന്ന ആദ്യത്തെ ഏരിയ സമ്മേളനമാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ണാർക്കാട് ഏരിയ കേന്ദ്രീകരിച്ചുണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങളും അതിനെതിരെ പാർട്ടി കൈക്കൊണ്ട നിലപാടുകളും ജില്ലാ പ്രതിനിധികൾ വ്യക്തമാക്കും. ശശിക്കെതിരെ എടുത്ത നടപടി ജില്ലാ പ്രതിനിധികൾ ചർച്ചയാക്കുമെന്നാണ് അറിയുന്നത്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ശശി ഇപ്പോഴും KTDC അധ്യക്ഷനായി തുടരുന്നത് മറുവിഭാഗം ഉന്നയിച്ചേക്കും. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതും സമ്മേളനത്തിൽ ചർച്ചയാകും. 3 ദിവസത്തെ CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച ആനമങ്ങാട് തുടങ്ങും. ദീപശിഖ കൊടിമര പതാക ജാഥകൾ വൈകിട്ട് ആനമങ്ങാട് സംഗമിക്കും. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഏലംകുളത്ത് T ഉസൻകുട്ടിയുടെ വസതിയിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥയും പെരിന്തൽമണ്ണയിൽ V രാജേന്ദ്രന്റെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥയും പാതായിക്കര KT നാരായണന്റെ വസതിയിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖയും വെള്ളിയാഴ്ച വൈകിട്ട് ആനമങ്ങാട് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ പതാക ഉയർത്തും. നവംബർ 29, 30 ശനി ഞായർ ദിവസങ്ങളിൽ പൊന്നുള്ളി കസർത്താജ് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ സഖാവ് സീതാറാം യെച്ചൂരി നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 3120 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തില് ഈ ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള 150 പ്രതിനിധികൾ, അതുപോലെ തന്നെ 18 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഒക്കെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. 30-ാം തീയതി രാവിലെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം 1-ാം തീയതിയാണ് സമാപിക്കുക. കഴിഞ്ഞ സമ്മേളനത്തിൽ എടുത്ത അടവും നയങ്ങളും തീരുമാനങ്ങളും പ്രായോഗികവൽക്കരിക്കുന്നതിൽ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും വീഴ്ചകളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഏരിയ സെക്രട്ടറി E രാജേഷ് പറഞ്ഞു. വികസന വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാവും. പ്രധാനമായിട്ട് പാർട്ടി സമ്മേളനത്തിലുണ്ടാവുന്ന ചർച്ച കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള അടവ് നയമുണ്ട്. പാർട്ടി രാജ്യത്താകെ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ അടവ് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ രാഷ്ട്രീയ അടവ് നയം പ്രയോഗവൽക്കരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും, അതിൽ പെരിന്തൽമണ്ണ ഏരിയയിലെ സഖാക്കളുടെ പ്രത്യേകമായിട്ടുള്ള പങ്ക്, പെരിന്തൽമണ്ണ ഏരിയയിലെ ഘടകങ്ങൾക്ക് എന്തെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എത്ര കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ, സംഘടനാ ചുമതലകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഘടകം എന്നുള്ള നിലയ്ക്ക് പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി, അപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ, ഇതൊക്കെ അതിനകത്തുണ്ടാവും. സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും വിമർശനം ഉണ്ടാവും, അതുപോലെ തന്നെ സ്വയം വിമർശനം ഉണ്ടാവും. പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ സമ്മേളന കാലയളവിനുള്ളിൽ ബ്രാഞ്ച് LC കമ്മിറ്റികളും പാർട്ടി അംഗങ്ങളും വർദ്ധിച്ചതായി നേതൃത്വം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റികളും 186 ബ്രാഞ്ചുകളുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഞ്ചുകളുടെ എണ്ണം 188ആയി വർദ്ധിച്ചിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റികളുടെ എണ്ണം 13ആയി വർദ്ധിച്ചു. 2 ലോക്കൽ കമ്മിറ്റികൾ പുതിയതായി വർദ്ധിച്ചു. പാർട്ടി അംഗങ്ങളുടെ എണ്ണം കൂടിയതിൻ്റെ, ബ്രാഞ്ചുകളുടെ എണ്ണം കൂടിയതിൻ്റെ ഭാഗമായിട്ട് 2 ലോക്കൽ കമ്മിറ്റികൾ പുതുതായി വന്നിട്ടുണ്ട്. മെമ്പർമാർ 2900 ശിഷ്ടമുണ്ടായിരുന്ന മെമ്പർമാർ 3120ആയി വർദ്ധിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരമായിട്ടുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കണക്കുകളാണിത്. പിന്നെ 2 ലോക്കൽ കമ്മിറ്റി അധികമായി ഉണ്ടാകുന്നു. പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ ബഹുജന സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞ 3 വർഷക്കാലത്തിനകത്ത് സാധിച്ചിട്ടുണ്ട്. ഡിസംബർ 1 ഞായറാഴ്ച വൈകിട്ട് എടത്തറയിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും. ആനമങ്ങാട് AUP സ്കൂളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 5000 പ്രവർത്തകർ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. EV ശങ്കരനാരായണൻ, P ഗോവിന്ദപ്രസാദ്, K ശ്യാംപ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 10 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. മണ്ണാർക്കാട് പെരിഞ്ചോളം ഭാഗത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്.
കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ചെറുകോട് പണ്ടാരപ്പെട്ടി അബ്ദുൽ നാഫി, വണ്ടൂർ ചാത്തങ്ങാട്ടുപുരം ആറുതൊടിക ഹനീഫ എന്നിവരാണ് അറസ്റ്റിലായത്. മഞ്ചേരിയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചത്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പ്രതികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ, പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇടവേള. കാണാം ഇനി ജില്ലാ കലോത്സവ വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്തിന് കലാപൂരം സമ്മാനിച്ച് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 4 നാൾ പിന്നിടുന്നു. ഒപ്പനയുടെ ചുവടുകളും നാടൻ പാട്ടിന്റെ ശീലുകളും വഞ്ചിപ്പാട്ടിന്റെ താളവുമെല്ലാം 4ാം ദിനത്തിലും വേദികളെ കലാസമ്പുഷ്ടമാക്കി. രാത്രിയും മത്സരങ്ങൾ തുടരുമ്പോൾ സ്കൂൾ തലത്തിൽ ആലത്തൂർ BSS ഗുരുകുലം തന്നെയാണ് മുന്നിൽ. ഉപജില്ലകളിൽ ഒറ്റപ്പാലം, പാലക്കാട്, മണ്ണാർക്കാട് സബ് ജില്ലകളാണ് മുന്നേറുന്നത്. പൂരങ്ങളുടെ നാടായ ശ്രീകൃഷ്ണപുരത്ത് കലയുടെ പൊൻപൂരവുമായി നിറഞ്ഞാടി കൗമാരം. 4ാം ദിനത്തിലും വേദികളെ നിറച്ചാർത്തണിയിച്ചത് നൃത്ത മത്സരങ്ങൾ തന്നെയാണ്. മൈലാഞ്ചി മുഞ്ചുമായി തോഴിമാരും മണവാട്ടിയും നിറഞ്ഞാടിയ ഒപ്പന മത്സരം വേദി ഒന്നിൽ കാണികളുടെ കൽബ് നിറച്ചു. നാടൻപാട്ടിന്റെ ശീലുകളായിരുന്നു വേദി 2നെ ശ്രുതി സാന്ദ്രമാക്കിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരങ്ങൾ ഈ വേദിയിൽ തുടിതാളം തീർത്തു. കോൽക്കളി, വട്ടപ്പാട്ട്, വഞ്ചിപ്പാട്ട് മത്സരങ്ങളും 4ാം ദിനത്തിൽ കാണികൾക്ക് കലാവിരുന്നായി. കുച്ചുപ്പുടി, പഞ്ചവാദ്യം, സംഘഗാനം, ഇരുളനൃത്തം, ഓട്ടൻതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിലായി നടന്നു. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. മാർഗംകളി, കേരള നടനം, മൈം, ചവിട്ടുനാടകം, മിമിക്രി, മംഗലം കളി തുടങ്ങിയ മത്സരങ്ങളാണ് വെള്ളിയാഴ്ച അരങ്ങേറുക. 4ാം ദിവസം രാത്രി വൈകിയും മത്സരങ്ങൾ തുടരുമ്പോൾ സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലമാണ് മുന്നിൽ. ചിറ്റൂർ, ശ്രീകൃഷ്ണപുരം സ്കൂളുകളും തൊട്ടു പിന്നിലുണ്ട്. ഉപജില്ലകളിൽ ഒറ്റപ്പാലം, പാലക്കാട്, മണ്ണാർക്കാട് ഉപജില്ലകളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
ജില്ലാ കലോത്സവത്തിൽ കഥകളി ഗ്രൂപ്പ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൗരിമാർ. സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ഗൗരി നന്ദയും ഗൗരി പാർവതിയുമാണ് സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ കഥകളി ഗ്രൂപ്പ് മത്സരം സമാപിച്ചപ്പോൾ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ഗൗരി നന്ദന, ഗൗരി പാർവതി എന്നിവരാണ് പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ തയ്യാറെടുക്കുന്നത്. കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥയായ സൗഗന്ധികത്തിലെ ഒരു ഭാഗമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ ഭീമൻ്റെ പ്രിയതമയായ പാഞ്ചാലിക്ക് സൗഗന്ധികം എന്നുള്ള പുഷ്പം കയ്യിൽ കിട്ടി. അപ്പോൾ തൻ്റെ പ്രിയതമനോട് പറയുകയാണ്, എനിക്ക് ആ പുഷ്പം കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ് ആ രംഗം. ഗുരുകൃപ കഥകളി സംഘത്തിലെ അധ്യാപകൻ കലാമണ്ഡലം സോമനാശാന്റെ കീഴിലാണ് ഇരുവരും കഥകളി അഭ്യസിക്കുന്നത്. ഗ്രൂപ്പ് വിഭാഗം കഥകളിക്ക് പുറമെ ഭരതനാട്യത്തിൽ എ ഗ്രേഡോടുകൂടി 2ാം സ്ഥാനം ഗൗരി പാർവതി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ +1 രണ്ടുപേരും പഠിക്കുന്നത്. അതെ, ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സന്തോഷമുണ്ട്. പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഹാർഡ് വർക്കൊക്കെ നല്ല റിസൾട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സന്തോഷം. ഞാൻ റീസെൻ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഒരു മാസത്തിനുള്ളിൽ നന്നായി ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 5 വർഷമായിട്ട് കഥകളി പഠിക്കുന്നുണ്ട്. ഞാൻ കലാമണ്ഡലം സോമാശാൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും. അത് സന്തോഷം. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ ഹാർഡ് വർക്ക് അവസാനം നല്ലൊരു ഇതിൽ എത്തി, നല്ലൊരു സന്തോഷം. ഫസ്റ്റ് കിട്ടിയതിനെക്കാട്ടിലും നന്നായി ചെയ്യാൻ പറ്റി എന്നുള്ളതും ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നന്നായി എന്ന് പറഞ്ഞതിലൊരു ഭയങ്കര സന്തോഷം. കഥകളി സിംഗിൾ വിഭാഗത്തിൽ 2ാം സ്ഥാനം ഗൗരി നന്ദനയും സ്വന്തമാക്കി. പാലക്കാട് ജില്ലയുടെ കലാഭൂപടത്തിൽ ഇരുവരും നാഴികക്കല്ലാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിവസം അരങ്ങ് തകർത്ത് നാടൻപാട്ട് മത്സരം. വ്യത്യസ്തവും ചടുലവുമായ നാടൻപാട്ടുകൾ ആസ്വാദകരുടെ മനം കവരുന്നതായിരുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് പുരോഗമിക്കുമ്പോൾ 4ാം ദിവസം കാണികളുടെ കയ്യടി നേടിയത് വേദി 2ലെ നാടൻപാട്ട് മത്സരങ്ങളായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്ത ഓരോ ടീമുകളും കാഴ്ചവെച്ചത്.
വിവിധ ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ തനത് ശൈലിയിലുള്ള നാടൻ പാട്ടുകളായിരുന്നു മത്സരാർത്ഥികൾ കൂടുതലായും തിരഞ്ഞെടുത്തത്. പ്രത്യേക വേഷമണിഞ്ഞ് തനത് വാദ്യോപകരണങ്ങളുമായി നാടൻപാട്ടു ടീമുകൾ വേദിയിൽ തകർത്താടിയപ്പോൾ വലിയ കയ്യടിയാണ് സദസ്സിൽ നിന്നും ഉയർന്നത്. ഇനി പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വിജയികൾക്ക് നൽകുന്ന ട്രോഫികൾ ഒന്ന് കാണാം. ഇത്തവണ ജനറൽ വിഭാഗത്തിൽ 4 ട്രോഫികൾ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രോഫി കമ്മിറ്റി. മത്സരിച്ച് വിജയിച്ചാൽ മാത്രം പോരാ, ആ ട്രോഫിയും സർട്ടിഫിക്കറ്റുമെല്ലാം കയ്യിൽ കിട്ടുമ്പോഴേ സന്തോഷം പൂർണ്ണമാകൂ. വിജയികളെ നിരാശരാക്കുന്നില്ല കലോത്സവത്തിൽ ഇത്തവണയും ട്രോഫി കമ്മിറ്റി. ഓവറോൾ ജേതാക്കൾക്ക് നേരത്തെ 14 ട്രോഫിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ 4 കൂട്ടി 18 ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. ജനറൽ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടുന്നവർക്കാണ് ഈ 4 ട്രോഫികൾ നൽകുക. CPIയുടെ അധ്യാപക സംഘടനയായ AKSTUവിനാണ് ഇത്തവണ ട്രോഫി കമ്മിറ്റിയുടെ ചുമതല. 13 സബ് കമ്മിറ്റികളിൽ 2 കമ്മിറ്റി മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ CPIയുടെ അനുകൂല അധ്യാപക സംഘടനയായ AKSTU ആണ് എടുത്തിട്ടുള്ളത്. പബ്ലിസിറ്റിയും അതേപോലെ ട്രോഫിയും. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വിജയികളെ കാത്തുകൊണ്ട് 1000-ൽ പരം ഇൻഡിവിജ്വൽ ട്രോഫിയും മറ്റ് അഗ്രിഗേറ്റ് സ്ഥാനം നേടുന്നവർക്കുള്ള ട്രോഫികളും ഇവിടെ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിജയികൾക്കായി 1200ഓളം മെമന്റോകളും എ ഗ്രേഡ് നേടിയ മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകളും ട്രോഫി കമ്മിറ്റി നൽകുന്നു. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ എല്ലാം ജില്ലാ കലോത്സവങ്ങളിൽ 1-2 സ്ഥാനം നേടിയ സ്കൂളുകൾക്കും അതുപോലെ തന്നെ സബ് ജില്ലകൾക്കും മാത്രമേ ട്രോഫികൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഞങ്ങൾ കൂടുതലായിട്ട് 3ാം സ്ഥാനം നേടുന്ന സ്കൂളുകൾക്കും റവന്യൂ ജില്ലകൾക്കും കൂടി ട്രോഫികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ വളരെ വാശിയേറിയ പോരാട്ടമാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നടക്കുന്നത്. സംസ്ഥാന ചാമ്പ്യന്മാർ ആവുന്ന തരത്തിലുള്ള മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സ്കൂളുകൾക്ക് ഒരു അംഗീകാരം നൽകുക എന്നത് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3ാം സ്ഥാനം നേടുന്ന സ്കൂളുകൾക്ക് കൂടി ഈ വർഷം മുതൽ ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ സജീവ സാന്നിധ്യമായി ട്രോമ കെയർ വളണ്ടിയർമാർ. കലോത്സവം നടക്കുന്ന 5 ദിവസങ്ങളിലും മുഴുവൻ സമയ സേവനമാണ് ഇവർ നൽകി വരുന്നത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തകൃതിയായി നടക്കുമ്പോൾ സന്നദ്ധ സേവനം കൊണ്ട് മാതൃകയാവുകയാണ് പാലക്കാട് ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർ. ജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വരും മുമ്പ് തന്നെ സജീവ സാന്നിധ്യമായി ട്രോമ കെയർ അംഗങ്ങൾ കലോത്സവ നഗരിയിൽ ഉണ്ട്. കലോത്സവ നഗരിയിലെ ട്രാഫിക് കൺട്രോൾ മുതൽ ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ സേവനം വരെ ഇവർ നൽകി വരുന്നുണ്ട്. കലോത്സവം നടക്കുന്ന എല്ലാ വേദികളിലും മാർഗനിർദ്ദേശവുമായി ട്രോമ കെയർ വളണ്ടിയർമാർ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമായി വരുന്ന മെഡിക്കൽ ഉപകരണങ്ങളും അത്യാവശ്യ മരുന്നുകളും ആംബുലൻസ് സംവിധാനവും എല്ലാം ട്രോമ കെയർ കൺട്രോൾ റൂമിൽ സജ്ജമാണ്. നാട്ടിൽ നടക്കുന്ന കലാമാമാങ്കത്തെ കളങ്കം ഏൽക്കാതെ കൊണ്ടു നടക്കേണ്ടത് തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഇവർ പറയുന്നു. നമ്മളിവിടെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ഹെൽപ്പിംഗ് ഉണ്ട്. പോലീസിന് അവർ ഫയർഫോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടി ഉണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടിയാണ്. നമ്മൾ ഈ വേദികളിൽ കുഴഞ്ഞു വീഴുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അവരെ പെട്ടെന്ന് റിക്കവറാക്കി അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത മത്സരത്തിലേക്ക് അവരെ തയ്യാറെടുക്കുക. വളരെ വളരെ ചെറിയ നിമിഷം കൊണ്ട് നമുക്ക് അവരെ റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ റോഡ് തിരക്ക് കൂടുതലുള്ള സമയങ്ങൾ, പിന്നെ സ്റ്റേജിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് അത്ര ഹെൽപ്പുകളെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റേജിലും വളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് കൺട്രോൾ റൂമാണ്. ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് ചുറ്റു പ്രദേശത്തുള്ള എല്ലാ സ്റ്റേജിലും നമുക്ക് കൺട്രോളിങ് നടക്കും ഒരൊറ്റ സമയം കൊണ്ട്. വളണ്ടിയേഴ്സ് രാവിലെ മുതൽ ഉച്ച വരെ ഒരു ടീം, ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒരു ടീം, പിന്നെ ഫുള്ളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിൽ കൺട്രോൾ ചെയ്യുന്നവരെല്ലാവരും ഫുൾ ടൈം നിൽക്കുന്നവരാണ്. പിന്നെ ഇപ്പോൾ പാർട്ടായിട്ട് വരുന്നവരുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്കൂളിൽ നമുക്ക് NSS വളണ്ടിയേഴ്സിനെയും കൂടി അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുറി, മറ്റേ മസിൽ പിടിച്ച് മുമ്പുള്ളത് അടിച്ചു കൊടുക്കാനുള്ള മൂവുകൾ, പിന്നെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കൊണ്ടുപോകേണ്ട എമർജൻസി സ്പൈൻ ബോർഡ് നമുക്ക് അപ്പുറത്താണ് ഉള്ളത്. നമുക്ക് ആരോഗ്യവകുപ്പുള്ളത് അവിടെ റൂമിലുള്ളത്, ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള അവിടെയുള്ളത്. അപ്പോൾ ആംബുലൻസ് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ഷിഫ്റ്റ് ചെയ്യും. ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുത്തെ അടുത്ത മെഡിക്കൽ സെൻ്ററിലേക്കോ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിലേക്കോ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. വൈകുന്നേരം വരെയാണ് മെഡിക്കൽ സെൻ്റർ ഉള്ളൂ. കഴിച്ച് ബാക്കിയുള്ള നമ്മൾ പുറത്തുള്ള അടുത്ത മെഡിക്കൽ ഉള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൈമാറണം. ഇവിടുന്ന് അങ്ങോട്ട് കൈമാറണം. അതെ, നമുക്ക് അതിനുള്ള വളണ്ടിയേഴ്സിൻ്റെ എല്ലാവരും ട്രെയിൻഡാണ്. എല്ലാ കാര്യത്തിലും ട്രെയിൻഡ് ആളുകളാണ്.
പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മലപ്പുരയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആദ്യമായി ഉൾപ്പെടുത്തിയ ഈ ഇനത്തിൽ ഗംഭീര പ്രകടനമായിരുന്നു ചളവറയിലെ കുട്ടികളുടേത്. ഗോത്രകലകളുടെ വിഭാഗത്തിൽ മലപ്പുരയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ വിഭാഗമായതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ടാണ് ഗോത്രകലകളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയെടുത്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കലാകാരന്മാരായ സൗന്ദർ കൃഷ്ണ, യദുകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചളവറയിലെ വിദ്യാർത്ഥികൾ മലപ്പുരയാട്ടം പരിശീലിച്ചത്. കേരള സ്കൂൾ കലോത്സവത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനത്തിൽ ആദ്യ വർഷം തന്നെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് ഈ വിദ്യാർത്ഥികളും സ്കൂളിലെ അധ്യാപകരും. ഒന്നും അറിയില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. യദുകൃഷ്ണ പറഞ്ഞ സാറാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അതിൻ്റെ തനതായ വാദ്യോപകരണങ്ങളും എല്ലാം പഠിച്ചിട്ട് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതുവരെ എത്തി. ഇനി സ്റ്റേറ്റിലും സന്തോഷത്തോടെ തന്നെ മുന്നേറാൻ പറ്റട്ടെ. വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ ഞങ്ങൾ ഓർക്കേണ്ടത് ഞങ്ങളുടെ ജോജു സാറെയാണ്. സാറാണ് പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്കാരെ വിളിക്കലും അതിനുള്ള ആൾക്കാരെയൊക്കെ റെഡിയാക്കി. അതെ ട്രെയിനേഴ്സ് തന്നെയാണ് സാറ്, ആൾക്കാർ തന്നെയാണ്. അവർ പഠിപ്പിച്ചു നന്നായി. അവർ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസും വളരെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൊണ്ട്, അത്രയും ഇല്ല തോന്നുന്നു, 1 ആഴ്ച കൊണ്ടാണ് അവരിത് പഠിച്ചെടുത്തത്. 2 ഐറ്റം ഞങ്ങളുടെ ഉണ്ട്. ഈ മലപ്പുരയാട്ടം അതേപോലെ തന്നെ മംഗലംകളിയും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് ഈ മലപ്പുരയാട്ടം. പാട്ടില്ല, വാദ്യോപകരണങ്ങൾ മാത്രം, താളം തന്നെ ചേഞ്ച് ചെയ്യണതായിട്ട് മനസ്സിലാവണില്ല. പക്ഷെ ഇവരുടെ സ്റ്റെപ്പുകൾ മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത്രയും നല്ലൊരു പ്രാക്ടീസ് ഈ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. നല്ല എനർജിയോട് കൂടിയുള്ളൊരു കളിയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കലോത്സവ നഗരിയിലും ചേർത്തുപിടിക്കലിന്റെ സന്ദേശവുമായി കാറൽമണ്ണ സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി കലോത്സവ നഗരിയിൽ സ്വന്തമായി നിർമ്മിച്ച ഹാൻഡ് വാഷ് വിൽപ്പന നടത്തി പണം സ്വരൂപിക്കുകയാണ് വിദ്യാർത്ഥികൾ. കാറൽമണ്ണ NNM UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വേറിട്ട മാതൃകയുമായി കലോത്സവത്തിൽ എത്തിയിരിക്കുന്നത്. BRCയുടെ ഇന്നോവേറ്റീവ് പ്രൊജക്ട് പദ്ധതിയുടെ ഭാഗമായി കാറൽമണ്ണ സ്കൂൾ അവതരിപ്പിച്ച പ്രൊജക്ടിന് 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. ഇതേ പ്രൊജക്ട് വിദ്യാലയത്തിൽ പ്രാവർത്തികമാക്കിയാണ് വിദ്യാലയത്തിൽ സ്വന്തം ഹാൻഡ് വാഷ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചത്. ഈ യൂണിറ്റിൽ നിർമ്മിച്ച ഹാൻഡ് വാഷാണ് ജില്ലാ കലോത്സവ വേദിയിൽ വിദ്യാർത്ഥികൾ വിൽപ്പനയ്ക്കായി എത്തിച്ചത്. ഇതിലൂടെ സ്വരൂപിക്കുന്ന പണം സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ വർഷം സർവശിക്ഷ കേരള അതായത് SSKയുടെ ഇന്നോവേറ്റീവ് സ്കൂൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പ്രൊജക്റ്റ് BRCക്ക് സമർപ്പിച്ചിരുന്നു, ചെറുപ്പളശ്ശേരി BRCക്ക്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ ഞങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിക്കുകയും ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പാരിതോഷികം ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പം ആ കിട്ടിയ തുക ഉപയോഗിച്ച് പ്രൊജക്റ്റിൽ തന്നെയുള്ള ഒരു പ്രവർത്തനം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷമാണ് പ്രൊജക്റ്റ് സമർപ്പിച്ചത്. ഈ വർഷമാണ് ഞങ്ങൾ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്, ജൂലൈ മാസത്തിൽ. കലോത്സവ വേദിയിൽ ഞങ്ങൾ സബ് ജില്ലാ കലോത്സവം നടന്ന സമയത്ത് AO രാജൻ സാറിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ അവിടെ സ്റ്റാളിട്ടിരുന്നു. ഇപ്പം BPC പ്രിയേഷ് മാഷ്, അതേപോലെ തന്നെ രാജൻ സാറ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ഇടുമ്പോൾ ഇത്തരത്തിൽ വിറ്റ് കിട്ടുന്ന ഈ പണം കൊണ്ട് സ്കൂളിലുള്ള വിദ്യാർത്ഥികളുടെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ വരുന്നൊരു സ്ഥലത്ത് നമുക്ക് അത് വിൽക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റാളിട്ടത്. അതെ, വിദ്യാർത്ഥികൾ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരുടെയും സഹകരണം. നാളെ ഇപ്പോൾ സ്റ്റാളിലേക്ക് വരുന്നത് രക്ഷിതാക്കൾ വരുന്നുണ്ട്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേക സഹായവും ഞങ്ങൾക്ക് തുടക്കത്തിൽ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകിയതും മാനേജ്മെൻറ്റാണ്. നിരവധി ആളുകളാണ് ഇവരുടെ സ്റ്റാളിൽ എത്തി ഹാൻഡ് വാഷ് വാങ്ങുന്നത്. സ്കൂളിലെ അധ്യാപകരും ഇവർക്ക് സഹായവുമായി ഒപ്പമുണ്ട്. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിൽ അപ്പീൽ വഴിയെത്തി 1ാം സ്ഥാനം നേടി ചിറ്റൂർ വിജയമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ. സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റാരേക്കാളും സന്തോഷത്തിലാണ് ഈ വിദ്യാർത്ഥികൾ.
ചിറ്റൂർ ഉപജില്ലാ കലോത്സവത്തിലെ വഞ്ചിപ്പാട്ട് മത്സരം സമാപിക്കുമ്പോൾ ഏറെ സങ്കടത്തോടെയാണ് ചിറ്റൂർ വിജയമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ വേദി വിട്ടത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് വിധി നിർണയത്തിലെ വീഴ്ചയാണെന്ന് ഇവർ ആരോപിച്ചിരുന്നു. ഇതിനെതിരെ അപ്പീലുമായി മുന്നോട്ടു പോകാൻ ഈ വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തു. രാപ്പകലില്ലാതെ ഇവർ നടത്തിയ കഠിനാധ്വാനം അപ്പീൽ കമ്മിറ്റി അംഗീകരിച്ചതോടെ ഇവർക്ക് മുന്നിൽ തുറന്നത് ജില്ലാ കലോത്സവവേദിയിലേക്കുള്ള വാതിൽ മാത്രമായിരുന്നില്ല, മറിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള ടിക്കറ്റ് കൂടിയായിരുന്നു. ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനം നേടിയതോടെ ഇവർ അത്യധികം സന്തോഷത്തിലാണ്. കഴിവുള്ളവരെ തഴയുന്ന വിധികർത്താക്കൾക്കും അധികാരികൾക്കുമുള്ള താക്കീത് കൂടിയാണ് തങ്ങളുടെ വിജയമെന്ന് ഈ വിദ്യാർത്ഥികൾ പറയുന്നു. എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയായിരുന്നു. ഞങ്ങൾ സബിൽ നിന്ന് തന്നെ അത്രയും കഷ്ടപ്പെട്ട് വന്ന് പിന്നെ ജില്ലയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ സബിൽ നിന്ന് ഇങ്ങനെ വന്ന് എന്തായാലും പാലക്കാട് കപ്പ് എടുത്തിരിക്കും. ഞങ്ങളുടെ എഫേർട്ടിന് ഞങ്ങൾക്ക് തക്കായ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം മുതൽ കുട്ടികൾ ബുദ്ധിമുട്ടിയതിന് പഠിച്ചിട്ട് അവർ ചെയ്തതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് അപ്പീൽ കൂടെ ആയപ്പോൾ പിന്നെ അവരാകെ വിഷമത്തിലായിരുന്നു. അപ്പീൽ കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം. ഗോത്രകലാവേദിയെ ഇളക്കിമറിച്ച് ഇരുള നൃത്തം. 10 ടീമുകൾ മത്സരിച്ച ഇരുള നൃത്തത്തിൽ വരവറിയിച്ച് അട്ടപ്പാടി ഷോളയൂർ സ്കൂളിലെ കുട്ടികൾ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിജയം കൊണ്ടുപോയി. ഗോത്രകലാവേദിയായ 11-ൽ 4ാം ദിവസം ഇരുള നൃത്തമായിരുന്നു കാണികൾക്ക് വിരുന്നായത്. അട്ടപ്പാടിയിലെ ഇരുള സമുദായക്കാർ കൃഷിയിറക്കാനും വിളവെടുക്കുമ്പോഴും ഉത്സവങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലുമാണ് ഇരുളാട്ടം അഥവാ ഇരുള നൃത്തം കളിക്കുന്നത്. പറ, തവിൽ, ജാൽറ, തുകൽ എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയിൽ കൊട്ടിപ്പാടി കളിക്കുന്ന ഇരുള നൃത്തം കലോത്സവവേദിക്ക് പുത്തൻ കാഴ്ചവിരുന്നായി. അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ കൃഷി വിളവെടുപ്പ്, കൃഷി ഇറക്കാൻ, അതുപോലെ മരണാനന്തര ചടങ്ങ്, ഉത്സവങ്ങൾ, ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ പാട്ട് പാടി കളിക്കുന്നത്. എന്തൊക്കെയാണ് നൃത്തത്തിൻ്റെ പ്രത്യേകതകൾ? നൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഈ നൃത്ത ചുവടുകൾ ഇരുള വിഭാഗക്കാർ നല്ല രീതിയിൽ കുനിഞ്ഞ് നല്ല സ്റ്റെപ്പുകളും ഇങ്ങനെ വെച്ച് അങ്ങനെയുള്ള ഇതാണ് കൂടുതലായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പോണത്. അതേ രീതിയിൽ തന്നെ കുട്ടികൾക്ക് 10-15 ദിവസം കൊണ്ട് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്.
പരമ്പരാഗതമായിട്ടുള്ള നൃത്തങ്ങൾ ഇവരിലേക്ക് ഈ പ്രാവശ്യം എത്തിച്ചതിൽ നമ്മൾ വളരെയധികം ഗവൺമെൻറ്റിനോട് സന്തോഷമാണ് അറിയിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നൃത്തമായിട്ടല്ലേ ഉണ്ടായിരുന്നത്. പക്ഷേ ലോകമെമ്പാടും ഇങ്ങനെയുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. 10 ടീമുകളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുള നൃത്തത്തിൽ മത്സരിച്ചത്. പുതിയ ഇനമായിട്ടും മികച്ച പ്രകടനം മത്സരാർത്ഥികൾ നടത്തിയത് കയ്യടി നേടിക്കൊടുത്തു. അട്ടപ്പാടിയിൽ നിന്നുള്ള മത്സര ഇനമായതുകൊണ്ട് തന്നെ വിജയത്തിൽ തർക്കമുണ്ടായില്ല. വരവറിയിച്ച് അട്ടപ്പാടി ഷോളയൂർ ട്രൈബൽ സ്കൂളുകാർ തന്നെ 1ാം സ്ഥാനവുമായി സംസ്ഥാന തലത്തിലേക്ക്. വിജയം ആഘോഷിച്ചത് അധ്യാപകരും മത്സരാർത്ഥികളുമെല്ലാം ചേർന്ന് നൃത്തം കളിച്ച്. ഫസ്റ്റ് കോഡ് നമ്പർ 229 സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. ജന്മന അവർക്ക് കിട്ടിയ ഒരു കലയാണ്. പിന്നെ സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ബാക്കി അവർക്ക് ജന്മന കിട്ടിയ ഒരു കഴിവാണ്. അത് തീർച്ചയായിട്ടും അവർ ഏത് സ്റ്റേജിലായാലും വളരെ നന്നായി കളിക്കാനുള്ള ശേഷി എല്ലാ കുട്ടികൾക്കും ഇവിടെ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പുല്ലാങ്കുഴൽ വായനയിൽ ഹാട്രിക് വിജയവുമായി ശ്രീറാം ബാലകൃഷ്ണൻ. ഓങ്ങല്ലൂർ CGM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീറാം. ഹൈസ്കൂൾ വിഭാഗം പുല്ലാങ്കുഴൽ വായനയിൽ ഹാട്രിക് വിജയം നേടിയാണ് ഓങ്ങല്ലൂർ CGM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീറാം സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. ചെറുപ്പം മുതൽ പുല്ലാങ്കുഴൽ പഠിക്കുന്നയാളാണ് ശ്രീറാം. കഴിഞ്ഞ 2 കലോത്സവങ്ങളിലും ശ്രീറാം തന്നെയായിരുന്നു ജില്ലയിൽ വിജയി. നാദസ്വര കലാകാരനായ ഓങ്ങല്ലൂർ സ്വദേശി ബാലകൃഷ്ണന്റെയും സബിതയുടെയും മകനാണ് ശ്രീറാം. ആദ്യം പല്ലാവൂർ കൃഷ്ണൻകുട്ടിയായിരുന്നു ഗുരു. ഇപ്പോൾ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാൻ ചെന്നൈ JA ജയന്തിന്റെ ശിഷ്യനാണ്. ശാസ്ത്രീയ സംഗീതത്തിലും ശ്രീറാം മത്സരിച്ചു. ഒടിഞ്ഞ കൈയുമായി ഇരുള നൃത്തവേദിയിൽ തകർത്തു കളിച്ച് ആകാശ്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വന്ന ആകാശ് കൈയിലെ വേദന കാര്യമാക്കാതെ സ്റ്റേജിൽ കയറുകയായിരുന്നു. ഇരുള നൃത്തത്തിന് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സുകാരനായ ആകാശ് എത്തിയത് ഒടിഞ്ഞ കൈയുമായി. ഇടതു കൈയിൽ പ്ലാസ്റ്ററുമായി മത്സരത്തിനെത്തിയ ആകാശ് വേദന കാര്യമാക്കാതെ സ്റ്റേജിൽ കയറുകയായിരുന്നു. ഉപജില്ലാ മേളയ്ക്ക് തൊട്ടുമുൻപാണ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ വീണ് ആകാശിന്റെ ഇടതു കൈയിന് പൊട്ടൽ സംഭവിച്ചത്. കൈയിൽ പ്ലാസ്റ്ററും ഇടേണ്ടി വന്നു. ഉപജില്ലയിലും പ്ലാസ്റ്റർ ഇട്ട കൈയുമായാണ് മത്സരിച്ചത്. നേരത്തെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിനാൽ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നുവെന്ന് ആകാശ് പറഞ്ഞു.
ഫുട്ബോൾ കളിച്ചപ്പോൾ എപ്പോഴാണ് പറ്റിയത്? ഇത് കഴിഞ്ഞ സബ് ജില്ലയിൽ പോകുമ്പോൾ അതിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ കൈയൊക്കെ ഇട്ട് ആട്ടുമ്പോൾ വേദന ഉണ്ടായിരുന്നു? എന്തായിരുന്നു? വേദന ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. കളിക്കാൻ വേണ്ടി തയ്യാറായി വന്നതുകൊണ്ട് കളിച്ചു. അപ്പോൾ ടീച്ചർമാരും മാഷന്മാരോടൊക്കെ അന്ന് കയ്യുമ്പോൾ പറ്റിയപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? വേണ്ടാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അവര് കൈ വേദന ഉണ്ടെങ്കിൽ നിർത്താനൊന്നും പറഞ്ഞില്ല. എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കളിച്ചു. കയ്യിലിപ്പോൾ വേദന ഒന്നുമില്ല? ഇപ്പോൾ കുഴപ്പമില്ല. ചെറിയ ഇത് വെച്ച് കളിക്കാൻ നമ്മൾ തീരുമാനിക്കായിരുന്നു. തീരുമാനിക്കാം. ധൈര്യം ഉണ്ടായിരുന്നു അല്ലേ? ആകാശിനെ അഭിനന്ദിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുനിജയും വേദിയിലെത്തി. തീർച്ചയായിട്ടും അതെ. കൈ സുഖമില്ല, അവൻ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്, എന്നാലും അവൻ അത് വെച്ചുകൊണ്ട് കളിച്ചു. ഞാൻ കണ്ട ആ പരിപാടി. എന്തായാലും പുതിയതായിട്ട് നല്ലതായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആകാശിന് പ്രോത്സാഹനമേകാൻ അച്ഛൻ പ്രകാശനും സഹോദരി അമൃതയും ഒപ്പമെത്തിയിരുന്നു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം. പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂളിലാണ് സുഭാഷ് ബാബുവിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചത്. സോഡാ സർബത്ത്, പിന്നെ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന് പഠിച്ചവന് 10ൽ 10 മാർക്ക്. എന്താ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച് കത്തി എടുത്തിട്ട് വേറെ ആളെ പള്ളക്ക് കയറ്റിന്ന് അല്ലേ? ഇതാ കുട്ടികൾ പാടുന്നത്. എന്ത് തോന്നിയാസമാണ് അത് കേട്ടിട്ട് കൂടെ തുള്ളാൻ കുറെ ഒജ്ഞാനന്മാര്, അമ്മമാരും അച്ഛന്മാരും. ഇത് കേട്ടിട്ട് എന്താ അതിന്റെ അർത്ഥവും ചിന്തിച്ചിട്ടില്ല. ആവേശ സിനിമയിൽ അടുത്ത വരി കേട്ടിട്ടുണ്ടോ? എന്താ? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, പുന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ച്, കാട്ടുതോന്യാസം കാട്ടുതോന്യാസം. ഈ പാട്ട് എന്താ ഇതിന്റെ അർത്ഥമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ആരോ പാടുന്നു, ആരോ പടച്ചുവിടുന്നു. ഈ സിനിമ ഉണ്ടാക്കുന്ന ന്യൂജൻ സിനിമ നിർമ്മാതാക്കളിലെ അസൽ മയക്കുമരുന്നിന് അടിമകളാണ്. പാതാക്കര AUP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും പ്രഭാഷകനുമായ സുരേഷ് ബാബു സംവദിച്ചു. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ സ്വന്തം ജീവിതത്തോടുള്ള പ്രതിബദ്ധതയോടും സാമൂഹ്യ ബോധത്തോടും കൂടി വളർത്തണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു. രക്ഷിതാക്കളെ, അധ്യാപകരെ, സാമൂഹ്യ നേതാക്കളെ, നമ്മളാണ് ഈ പൊന്നുപോലത്തെ ദൈവത്തിന്റെ സന്തതികളെ ഇബിലീസിന്റെ ചെകുത്താന്റെ സന്തതികളാക്കി മാറ്റിയത്. നമ്മക്ക് ഇടപെടാൻ പറ്റാഞ്ഞിട്ടാണ്. അതുകൊണ്ട് പഠിക്കേണ്ടത് കുട്ടികളല്ല, പഠിക്കേണ്ടത് രക്ഷിതാക്കളാണ്, പഠിക്കേണ്ടത് അധ്യാപകരാണ്. പാഠം പഠിപ്പിക്കുന്നത് മാത്രം കൊണ്ടൊരു കുട്ടിയും നന്നാവുന്നില്ല. പാഠപുസ്തകം എന്ന് പറയുന്നത് ഈ മനുഷ്യത്വത്തിന്റെ ലോകത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ്. അതുകൊണ്ട് പാഠം പഠിച്ചാൽ പോരാ. അതുകൊണ്ട് ഓരോ കുട്ടിയും എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ബോധ്യത്തിൽ വളരണം. ആ കുട്ടിക്ക് തോന്നണം എന്റെ വണ്ടി ഏതിലെ പോണം എന്ന് തോന്നണം. വിമർശിച്ചും രസിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും സദസ്യരുമായി സുരേഷ് ബാബു സംവദിച്ചു. കുട്ടികളെ പഴയതുപോലെ പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരണമെന്നും സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു. കുട്ടികളും സ്ത്രീകളും മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർ സുരേഷ് ബാബുവിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉണ്ണികൃഷ്ണൻ, സ്കൂൾ മാനേജർ സുനിൽ ചമ്പത്ത്, പ്രധാനാധ്യാപകൻ ഷിബു AP, ഉപജില്ലാ HM ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ്, PTA പ്രസിഡന്റ് വിനോദ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കുട്ടികൾ വളരുമ്പോൾ രക്ഷിതാക്കളെ നിങ്ങളും വളരണം വേണ്ടേ? ആ വളരാൻ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാം. നമുക്കൊന്ന് പുറത്തു പോവാ. കുട്ടികളെ നമുക്കൊന്ന് പുറത്തു പോവാം. മനസ്സുകൊണ്ട് പുറത്തു പോവാ. ആ പുറത്തു പോയപ്പോ ഒരു മാവ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുപ്പുളശ്ശേരിയിൽ ആദ്യമായി വനിതകൾ ആരംഭിച്ച കൂട്ടായ്മയായ ഷീയുടെ നേതൃത്വത്തിൽ ഏകദിന ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. വിമൻസ് വിസ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഗത്ഭരായ ട്രെയിനർമാർ നയിച്ച ക്ലാസുകൾ വ്യത്യസ്തമായി. സപ്പോർട്ടിംഗ്, ഹെൽപ്പിംഗ്, എംപവറിംഗ് എന്നിങ്ങനെയാണ് ഷീ കൂട്ടായ്മയ്ക്ക് സംഘാടകർ നൽകുന്ന വിശദീകരണം. വനിതകൾക്ക് ജീവിതത്തിൽ ആവശ്യമായ പിന്തുണ നൽകുക, സഹായിക്കുക, അവരെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ കൂട്ടായ്മ
ചെറുപ്പുളശ്ശേരിയിൽ രൂപം കൊണ്ടത്. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വനിതകൾക്കായി ഏകദിന ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ചെറുപ്പുളശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രശസ്ത ട്രെയിനർമാരായ ഹാരിഷ് ബാബു, മുബഷിറ ഫറൂഖ് എന്നിവർ നയിച്ച ക്ലാസും നടന്നു. കഴിഞ്ഞ കാര്യത്തെ ഞാൻ എടുത്ത് പറയില്ല തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഹാപ്പിയാവും. അവിടെ ഒരു പണി ഇട്ടാൽ മതി. പറയണല്ലോ, മൊത്തം എടുത്ത് കളയണല്ലോ, അതിനൊരു പണി ചെയ്യാം. ആ ആളോട് പറയണ്ട, പകരം ഒന്ന് അറിയിച്ചിട്ട് നമ്മൾ ഈ ഫോർച്യൂണസ് ജേണലിലൊന്ന് പറയാനുണ്ട്. നമുക്ക് പറയാനുള്ളതിന് മൊത്തത്തിൽ രാത്രി 12 മണിക്ക് എങ്ങനെ ഉണ്ടാവും? രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴല്ലേ കിടക്കാൻ പോകുന്നതിന് മനസ്സിലുണ്ട്. കേട്ടിക്കന്ന് വരാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എന്തോ സർപ്രൈസും ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അങ്ങനെ വിചാരിച്ചു 11 മണിയായി. 1 മണിക്കൂർ കൂടി സെറ്റ് ചെയ്ത മാത്രമേ ഭയങ്കര സെലിബ്രേഷൻ. ഇപ്പൊ സർപ്രൈസ് കൊടുക്കും. ഷീ കമ്മ്യൂണിറ്റി സ്ഥാപകരായ നുഷൈബ സൈദലവി, ഷഹീറ സയാദ്, അഞ്ജും ജാഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ലേഡീസ് എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ പലരും അവരുടെ കഴിവിനാണെങ്കിലും എങ്ങനെ അത് പുറത്തു കൊണ്ടുവരണം എന്നോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ പുറത്ത് വരാം, എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരുപാട് സ്ത്രീകളുടെ നമുക്ക് ചുറ്റും. അവർക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഇൻബോൺ ആയിട്ട് കിട്ടിയവരും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുക, എംപവർ ചെയ്യുക, മെൻ്റലി അവരെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ SHE ഷീ സപ്പോർട്ടിങ് ഹെൽപ്പിംഗ് എംപവറിങ് വുമൻസ്. അവരെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ മാക്സിമം എയിം ചെയ്യുന്ന കാര്യം. അതിന് പരസ്പരം ഒരു സപ്പോർട്ടാവുക, ഒരു കൂട്ടത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അവരുടെ എല്ലാ ലിമിറ്റേഷൻസും ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് കടന്നു വരാൻ വേണ്ടി സാധിക്കും. ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാകുക, ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാകുക. അതിൽ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് സെഷൻസ്, അതുപോലെ തന്നെ ബിസിനസ് കോച്ചിങ്, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ട്രെയിനേഴ്സിനെ വെച്ചിട്ട്, അതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഓരോന്നും അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അറിയാത്ത നമ്മളെ ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ പഠിക്കാനും സാധിക്കുന്നുണ്ട്. നേർവഴി പദ്ധതിയുടെ ഭാഗമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ഒറ്റപ്പാലം പോലീസും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ക്ലാസ് എടുത്തു. നേർവഴി പദ്ധതിയുടെ ഭാഗമായാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ഒറ്റപ്പാലം പോലീസും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷനായി. സാമ്പത്തിക അച്ചടക്കവും വനിതകളും എന്ന വിഷയത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ 112 വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി തരാൻ നിങ്ങളെ സഹായിക്കാൻ കേരള പോലീസ്. അവരെ വിളിച്ച് അവരുടെ ഉപദേശം തേടിയിട്ട് വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ. അതല്ല എങ്കിൽ ഇതിന്റെ അനുഭവ സമ്പത്തുള്ള ആളുകളെ അന്വേഷിച്ചിട്ട് അവരോട് നിങ്ങൾ ഇതിന്റെ തട്ടിപ്പുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കി തട്ടിപ്പിന് ഇരയാകുന്നതിന് മുമ്പ് നമ്മൾ ദയവായിട്ട് സൂക്ഷിക്കണം. അതിനുശേഷം നമുക്ക് സഹായിക്കാൻ പരിമിതികൾ ഉണ്ട്. DDS ചെയർപേഴ്സൺ PS സുരഭി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ AI സീനത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MM ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി NR ഗീത, ട്രാഫിക് SIമാരായ V സുഭാഷ്, വിനോദ് B നായർ, വാർഡ് മെമ്പർ, കുടുംബശ്രീ അക്കൗണ്ടന്റ് അഞ്ജന തുടങ്ങിയവരും പങ്കെടുത്തു. 350ഓളം കുടുംബശ്രീ അംഗങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വാണിജ്യ വാർത്തകൾ. ചെറുപ്പുളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സ്പന്ദനം മെഗാ മെഡിക്കൽ ക്യാമ്പ് പുരോഗമിക്കുന്നു. ഡോക്ടറുടെ പരിശോധന അടക്കം നിരവധി സേവനങ്ങളാണ് ക്യാമ്പിൽ സൗജന്യമായി നൽകുന്നത്. നവംബർ 30-ന് ക്യാമ്പ് അവസാനിക്കും. ചുരുങ്ങിയ കാലയളവിൽ ചെറുപ്പുളശ്ശേരിയുടെ ആതുര സേവന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന സ്പന്ദനം മെഗാ മെഡിക്കൽ ക്യാമ്പാണ് പുരോഗമിക്കുന്നത്.
നവംബർ 25 മുതൽ 30 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. സാധാരണക്കാരനും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നീ സേവനങ്ങൾ തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. കൂടാതെ ബ്ലഡ് ഷുഗർ പരിശോധന, BMI പരിശോധന, അസ്ഥിബലക്ഷയ പരിശോധന, ന്യൂറോപ്പതി പരിശോധന ഉൾപ്പെടെ 2500 രൂപ വില വരുന്ന പരിശോധനകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് സൗജന്യമായാണ് നൽകുന്നത്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ENT, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, പൾമനോളജി, ഡെർമറ്റോളജി, റേഡിയോളജി, ഡെന്റിസ്ട്രി, ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പി തുടങ്ങിയ വിഭാഗങ്ങളിലെ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിൽ ഉറപ്പാക്കിയിട്ടുള്ളത്. കൂടാതെ 36ലധികം ഡോക്ടേഴ്സിന്റെ സേവനവും ആശുപത്രിയിൽ ലഭ്യമാണ്. കൂടാതെ ലബോറട്ടറി സേവനങ്ങൾക്ക് 70% ആനുകൂല്യവും CT സ്കാൻ ഉൾപ്പെടെയുള്ള റേഡിയോളജി സേവനങ്ങൾക്ക് 50% ആനുകൂല്യവും ലഭ്യമാണ്. നേരിട്ടെത്തിയോ ഫോൺ മുഖേനയോ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാം. 24 മണിക്കൂർ കാഷ്വാലിറ്റി, അത്യാധുനിക CT സ്കാൻ, ഫാർമസി, ENT, പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഓബ്സ്ട്രിറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ് സേവനവും കേരള മെഡിക്കൽ കോളേജിലുണ്ട്. നിരവധി പേരാണ് ഓരോ ദിവസവും ക്യാമ്പിൽ എത്തുന്നത്. ക്യാമ്പിന്റെ സേവനങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മിലൻ E. ആരോജ് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ചെർപ്പളശ്ശേരി നിവാസികൾക്കും സമീപവാസികൾക്കും സുപരിചിതമായ കേരള മെഡിക്കൽ കോളേജിൽ നടന്നു വരുന്ന സ്പന്ദനം ക്യാമ്പിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിൽ സൗജന്യ രജിസ്ട്രേഷനും ഡോക്ടർ കൺസൾട്ടേഷനും അതേപോലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് 2500 രൂപ വില വരുന്ന അസ്ഥിബലക്ഷയ പരിശോധന, ന്യൂറോപ്പതി പരിശോധന തികച്ചും സൗജന്യമായിരിക്കും. അതേപോലെ നമ്മുടെ എല്ലാ ലബോറട്ടറി സർവീസുകളും 70% ഡിസ്കൗണ്ട് കൂടുകയും അതേപോലെ CT സ്കാൻ ഉൾപ്പെടെയുള്ള എല്ലാ റേഡിയോളജി സേവനങ്ങളും 50% ഡിസ്കൗണ്ട് കൂടുകയും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതേപോലെ ഏകദേശം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകദേശം 32ഓളം ഡോക്ടേഴ്സിൻ്റെ സേവനം, കൺസൾട്ടേഷൻസ് തികച്ചും സൗജന്യമായിരിക്കും. കിടത്തി ചികിത്സ അതേപോലെ സർജറി ആവശ്യമുള്ള രോഗികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവം. സ്വർണവും വിറ്റ പണവും കണ്ടെടുത്തു. സ്വർണം ഉരുക്കി കട്ടകളാക്കിയ നിലയിൽ. മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. ചാലിശ്ശേരി സ്വദേശി ഷാജഹാനെതിരെയാണ് ശിക്ഷ വിധിച്ചത്. 4 വോട്ടിന് ഏതു തരം താഴ്ന്ന ഇടപെടലും നടത്തുന്നവരായി UDFും BJPയും തരം താഴ്ന്നതാണ് നാം കണ്ടതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ ഉണ്ടായെന്നും ജില്ലാ സെക്രട്ടറി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. 4 ദിവസം പിന്നിടുമ്പോൾ സ്കൂൾ തലത്തിൽ ആലത്തൂർ BSS ഗുരുകുലം മുന്നിൽ. കലോത്സവം നാളെ സമാപിക്കും. CPM പെരിന്തൽമണ്ണ സമ്മേളനം വെള്ളിയാഴ്ച ആനമങ്ങാട് തുടങ്ങും. ദീപശിഖ, കൊടിമര പതാക ജാഥകൾ വൈകിട്ട് ആനമങ്ങാട് സംഗമിക്കും. 3 ദിവസമാണ് CPM സമ്മേളനം. മണ്ണാർക്കാട് പെരിഞ്ചോളം ബൈപ്പാസിൽ 10 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വണ്ടൂർ സ്വദേശി അബ്ദുൽ നാഫി, ചെറുത്തോട് സ്വദേശി ഹനീഫ എന്നിവരാണ് പിടിയിലായത്. കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കാണാം ഷോർട്ട് ന്യൂസ്.